Asylum SSCRRB എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവരും കുറേ കാലമായി വെയിറ്റ് ചെയ്തിരുന്ന കുറേ കാലത്തെ ഡൗട്ട്സ് ആൻഡ് കൺസേൺസിന് ശേഷം ഇതാ SSC കലണ്ടർ ഔട്ട് ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനും ഡൗട്ടുമായിരുന്നു അല്ലേ. കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു, കുറേ വീഡിയോസ് ഇങ്ങനെ ഇന്റർനെറ്റിൽ ഇങ്ങനെ റോമിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്കൊരു ടെൻഷനോടെയാണ് നമ്മൾ എക്സാമുകളെ നോക്കിക്കണ്ടത്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഫേസ് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി അതിന്റെ ആവശ്യമില്ല. കൃത്യമായി എക്സാം ഡേറ്റ് പറഞ്ഞാണ് SSC കലണ്ടർ പുറത്തുവിട്ടിരിക്കുന്നത്. യൂഷ്വലി അങ്ങനെ ഇന്ന ഡേറ്റിൽ എക്സാം നടക്കും എന്ന് പറയാറില്ല അല്ലെ. പക്ഷേ ഇപ്രാവശ്യം എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇന്ന ഡേറ്റിൽ എക്സാം നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യൂഷ്വലി ഇന്ന ഡേറ്റിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയാറുണ്ട്. പക്ഷെ ഇത് കൃത്യമായി ഇന്ന ഡേറ്റിൽ എക്സാം നടക്കുമെന്ന് നമ്മുടെ കലണ്ടറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം തന്നെ എന്ത് ചെയ്യാം? നമ്മുടെ ചാനലിൽ ഇന്നലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? SSC കലണ്ടർ ഔട്ട് ആയ ഉടനെ നമ്മുടെ ചാനലിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീകോഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നോക്കാം. സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ വരുന്നത് 2/6/2025 അതായത് ജൂൺ മാസം മുതൽ. ജൂൺ ആണ് നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള മാസം തുടങ്ങുന്നത് അല്ലെ. അതായത് സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ 2025 2/6/2025 ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ്, അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ക്ലോസിംഗ് ഡേറ്റ് 23/6/2025 പിന്നീട് 24 തീയതി ജൂലൈ മുതൽ 4 ഓഗസ്റ്റ് വരെയാണ് എക്സാം നടക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, അടുത്ത നോക്കുകയാണെങ്കിൽ സ്റ്റെനോന്റെ എക്സാം. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റെനോന്റെ എക്സാം വന്നിട്ടുണ്ടായിരുന്നത് ഡിസംബർ മാസത്തിലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഓഗസ്റ്റ് മാസത്തിൽ ഈ എക്സാം നടക്കുന്നുണ്ട്. 5/6/2025 മുതൽ 26/6/2025 5/6/2025 നോട്ടിഫിക്കേഷൻ വരികയും 26/6/2025 നോട്ടിഫിക്കേഷൻ ക്ലോസ് ആവുകയും ചെയ്യുന്നുണ്ട്. യൂഷ്വലി നമുക്ക് ലഭിക്കുന്ന പോലെ തന്നെ ഇനഫ് ടൈം നമുക്ക് അപ്ലൈ ചെയ്യാൻ ലഭിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഇമ്പോർട്ടൻറ്റ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന നമ്മുടെ എക്സാം ആണ് CGL എക്സാം എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ Tier 1 എക്സാം നടക്കാൻ പോകുന്നത് 13 തീയതി ഓഗസ്റ്റ് ആണ്. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. 9/6/2025 എന്ന് പറയുന്ന ആ ദിവസമാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. 9/6/2025 പിന്നീട് 4/7/2025 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 9/6/2025 മുതൽ 4/7/2025 വരെ. അപ്പോ ആ ദിവസം നോക്കി വെക്കുക നമ്മുടെ CGLന്റെ ഡേറ്റ്. അപ്പൊ CGL എക്സാംസിന് വേണ്ടി നമുക്ക് 2 ബാച്ചുകളാണുള്ളത്. CGL സെലക്ഷൻ ബാച്ചും CGL മാസ്റ്റർ ബാച്ച് നമ്മുടെ ക്രാഷ് കോഴ്സ് ആണ്. അപ്പോൾ ആ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ 2025. അതിന്റെ Tier 1 നടക്കാൻ പോകുന്നത് എപ്പോഴാണ്? Tier 1 നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. 8 സെപ്റ്റംബർ ടു 18 സെപ്റ്റംബർ ആണ്. പിന്നെ നമ്മുടെ MTS എക്സാമിനേഷൻ, മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് ഹവിൽദാർ എക്സാമിനേഷൻ 26/6/2025 നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിനുശേഷം നമുക്ക് 24/7/2025 വരെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സാമിന്റെ ഡേറ്റ് വരുന്നത് 20 സെപ്റ്റംബർ മുതൽ 24 ഒക്ടോബർ വരെയാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം നോക്കിയിട്ടുണ്ടാവും, നമ്മുടെ കലണ്ടർ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഏത് മാസമാണ് എല്ലാ നോട്ടിഫിക്കേഷൻസും ബാക്ക് ടു ബാക്ക് വരുവാണ് അല്ലെ. എവിടെ തൊട്ടാണ്? അതായത് നമ്മുടെ സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാം എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നത് 26/6/2025 പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നോട്ടിഫിക്കേഷന്റെ പെരുമഴയാണ്. സ്റ്റെനോയുടെ നോട്ടിഫിക്കേഷൻ 5-ന് വരുന്നു. പിന്നെ നമ്മുടെ CGLന്റെ നോട്ടിഫിക്കേഷൻ 9 തീയതി വരുന്നു. പിന്നെ നമ്മുടെ CHSLന്റെ നോട്ടിഫിക്കേഷൻ 23 തീയതി വരുന്നു. MTSന്റെ നോട്ടിഫിക്കേഷൻ 26 തീയതി വരുന്നു. ജൂൺ മാസം എന്ന് പറയുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷന്റെ പെരുമഴയാണ്. നോട്ടിഫിക്കേഷൻ ബാക്ക് ടു ബാക്ക് വരുന്നു. അതിനുശേഷം നമ്മൾ എല്ലാവരും അപ്ലൈ ചെയ്യുന്നു. പിന്നീട് എക്സാമുകൾ തുടങ്ങാൻ പോകുന്നത് ഏത് മാസമാണ്? എക്സാം തുടങ്ങാൻ പോകുന്നത് സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാം ജൂലൈ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 24 തീയതി ജൂലൈ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ബാക്കിയുള്ള എല്ലാ എക്സാം അല്ലെ, അതായത് സ്റ്റെനോന്റെ എക്സാം ആണെങ്കിലും CGLന്റെ എക്സാം ആണെങ്കിലും CHSLന്റെ എക്സാം ആണെങ്കിലും നമ്മുടെ CHSLന്റെ എക്സാമും സ്റ്റെനോന്റെ എക്സാമും ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ CGLന്റെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ, അതായത് കലണ്ടർ വരാൻ ലേറ്റ് ആയി. പക്ഷെ എന്നാലും
എക്സാം എന്ത് ചെയ്യുന്നുണ്ട്? എക്സാമിന്റെ ഡേറ്റിൽ യാതൊരു പ്രശ്നവും ഇല്ല. കാരണം എന്താ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സെപ്റ്റംബറിലാണ് CGLന്റെ TR1 നടന്നത് അല്ലെ, സെപ്റ്റംബർ മാസത്തിലാണ് CGL TR1 നടന്നത്. പക്ഷെ ഇപ്രാവശ്യം കലണ്ടർ ഡിലേ ആയെങ്കിലും എക്സാം ഡിലേ ആവുന്നില്ല. എക്സാം എപ്പോ ഉണ്ട്? എക്സാം ഓഗസ്റ്റ് മാസത്തിൽ എക്സാം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പൊ ജൂലൈ മാസത്തിൽ നമുക്ക് വരുന്ന എക്സാം എന്ന് പറയുന്നത് നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് മാത്രമാണ്. പിന്നീട് സ്റ്റെനോ ഓഗസ്റ്റിൽ വരുന്നു, CGL ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഓഗസ്റ്റിൽ എൻഡ് ചെയ്യുന്നു. സ്റ്റെനോ ആണെങ്കിലും ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഓഗസ്റ്റിൽ എൻഡ് ചെയ്യുന്നു. CHSLന്റെ കേസിൽ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ സെപ്റ്റംബർ 8-നാണ് എക്സാം തുടങ്ങുന്നത്. 8 മുതൽ 18 വരെ സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് MTSന്റെ എക്സാമും കൂടെ ഉണ്ട്. 20 സെപ്റ്റംബർ മുതൽ 24 ഒക്ടോബർ വരെ. അപ്പൊ നമുക്ക് കൃത്യമായി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ കച്ചമുറുക്കി റിവൈസ് ചെയ്യാനുള്ള സമയമാണ് ഇത് നമ്മളുടെ അടുത്തുള്ളത്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഇത്രയുമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ കലണ്ടറിൽ പറയാനുള്ളത്. അപ്പൊ ജൂൺ മാസം നമ്മുടെ മെയിൻ ആയിട്ടുള്ള മന്താണ്. നോട്ടിഫിക്കേഷന്റെ ഒരു പെരുമഴ എന്ന് പറയാൻ പറ്റും അല്ലെ. ബാക്ക് ടു ബാക്ക് നോട്ടിഫിക്കേഷൻസ്. അത് കൂടാതെ തന്നെ ബാക്ക് ടു ബാക്ക് നോട്ടിഫിക്കേഷനും ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ എക്സാമും ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെ നമുക്ക് യാതൊരുവിധ റെസ്റ്റും ഇല്ല. എക്സാം എഴുതുക, പഠിക്കുക. ഇതായിരിക്കണം നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് വരികയാണ്. ഞാൻ ബാക്കിയുള്ള എല്ലാ എക്സാമിന്റെയും ഡേറ്റ്, കോൺസ്റ്റബിൾ JD ഇൻ സെൻട്രൽ ആംഡ് ഫോഴ്സ്, കോൺസ്റ്റബിൾസ് ഇൻ JD ഇൻ സെൻട്രൽ ആംഡ് ഫോഴ്സ്, NIA, SSF ആൻഡ് റൈഫിൾമാൻ ഇൻ ആസാം റൈഫിൾസ് എക്സാമിനേഷൻ 2026 വരാൻ പോകുന്നത് എപ്പോഴാണ്? ഒക്ടോബർ 2025 നോട്ടിഫിക്കേഷൻ. നവംബർ 2025 എക്സാം വരുന്നത്. Jan to Feb 2026 ആണ് എക്സാം എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ 2025 ജൂലൈ ടു സെപ്റ്റംബർ 2025 ഇടയിലാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. നവംബർ ടു ഡിസംബർ 2025 ആണ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പൊ ഇത്തരം കാര്യം കുറെ എക്സാമുകളുടെ ഒരു റേഞ്ച് ആണ്, എക്സാം നടക്കാൻ പോകുന്ന മാസത്തിന്റെ ഒരു റേഞ്ച് ആണ് പറഞ്ഞതെങ്കിൽ പോലും ഇവിടെ നമ്മൾ നോക്കിയാൽ കൃത്യമായിട്ടുള്ള ഡേറ്റുകളാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ. അതായത് നമ്മുടെ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് ആണെങ്കിലും നമ്മുടെ സ്റ്റെനോ ആണെങ്കിലും CGL ആണെങ്കിലും CHSL ആണെങ്കിലും MTS ആണെങ്കിലും കൃത്യമായ ഡേറ്റോടെയാണ് SSC പുറത്തുവിട്ടിരിക്കുന്നത്. സോ ഈ ഡേറ്റുകൾ ഇപ്പോഴേ നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ പോകുന്ന, നമ്മൾ ഇത്രയും കാലം പഠിച്ച കാര്യങ്ങൾ നമ്മൾ എഴുതാൻ പോകുന്ന, റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്ന ഡേറ്റ്സ് എന്ന് പറയുന്നത്. റെഡിയാണോ? അപ്പോൾ നമ്മുടെ CGL എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യിക്കാനായി നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചാണ് SSC CGL മാസ്റ്റർ ബാച്ച് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. ക്ലാസ്സുകൾ വളരെ 2 ദിവസമേ ആയിട്ടുള്ളൂ. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ബാച്ചാണ് നമ്മുടെ SSC CGL മാസ്റ്റർ ബാച്ച് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. ഈ ബാച്ച് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഒരു ക്രാഷ് കോഴ്സ് ആണ്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ച നല്ല ബേസ് ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് സെറ്റാണ് വേണ്ടത്, അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒരു റിവിഷൻ ആണ് വേണ്ടതെങ്കിൽ ഓടി വന്ന് ജോയിൻ ചെയ്തോളൂ നമ്മുടെ SSC CGL മാസ്റ്റർ ബാച്ച് ക്രാഷ് കോഴ്സിലേക്ക്. 200ഓളം ലൈവ് ക്ലാസ്സുകൾ, 3 to 4 hours ഡെയിലി ക്ലാസ് ഉണ്ടായിരിക്കും. 6 to 7 days ആയിരിക്കും ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. അപ്പോൾ കൃത്യമായ സിലബസ് കവറേജോട് കൂടി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ. ക്രാഷ് കോഴ്സിൽ സിലബസ് കവർ ചെയ്യാൻ പറ്റുമോ, ഇത്ര ദിവസത്തിൽ നിങ്ങൾക്ക് CGL സിലബസ് കവർ ചെയ്യാൻ പറ്റുമോ എന്ന് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. പക്ഷേ അത് പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ചരിത്രമുള്ളത്, നമ്മുടെ ഹിസ്റ്ററി ഉള്ളത്. കാരണം നമ്മുടെ SSC CGL സ്പ്രിന്റ് ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാച്ചാണ്. നമ്മുടെ സ്പ്രിന്റ് ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്ന നവനീത് നമ്മുടെ എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളാണ്. അതേപോലെ ഒരു നവനീതിന്റെ കേസിലാണെങ്കിൽ നവനീത് ബിഗിനർ ആയിരുന്നു. അപ്പോൾ ഒരു ബിഗിനറെ പോലും എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചേർഡ് സിലബസ് ആണ് നമ്മുടെ SSC CGL മാസ്റ്റർ ബാച്ചിലുള്ളത്. സോ എല്ലാവരും ജോയിൻ ചെയ്യുക SSC CGL മാസ്റ്റർ ബാച്ചിലേക്ക്. 1999 ആണ് നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ക്രാഷ് കോഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ CBT 1 മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. റെഡി? നെക്സ്റ്റ് ആണ് നമ്മുടെ SSC CGL സെലക്ഷൻ ബാച്ച്.
സെലക്ഷൻ ബാച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ CGL എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് പറയാൻ പറ്റും ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് CGL മാത്രമല്ല ഏത് SSC എഴുതുന്ന SSC എക്സാമിന് നിങ്ങൾ പഠിക്കുന്ന ഒരു ആസ്പിറന്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു റെഗുലർ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ബാച്ചാണ് നമ്മുടെ SSC CGL സെലക്ഷൻ ബാച്ച് എന്ന് പറയുന്നത്. CGL എക്സാമിന് മാത്രമല്ല SSC കണ്ടക്ട് ചെയ്യുന്ന ഏതൊരു എക്സാം ആണെങ്കിൽ പോലും ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. 5,999 ആണ് നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ചിൽ 400+ hours ഓഫ് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. 2 to 4 hours ആയിരിക്കും ഡെയിലി ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. 5 to 6 days ആയിരിക്കും വീക്ക്ലി ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് SSC കണ്ടക്ട് ചെയ്യുന്ന എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. CGL എക്സാമോട് കൂടി, അതായത് CGLന്റെ CBT2 CGL CBT1 CBT2 ഈ ബാച്ചിൽ കവർ ആവുന്നതാണ്. CGLന്റെ CBT2 ആവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സിലബസ് കവർ ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബാച്ചാണോ താല്പര്യം, നിങ്ങൾ ഒരു റെഗുലർ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ CGL സെലക്ഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അല്ല നിങ്ങൾക്ക് ഇനി CGL എക്സാമിന്റെ CBT1 മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് നിങ്ങളെങ്കിൽ നമ്മുടെ മാസ്റ്റർ ബാച്ച് ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി ബേസ് തൊട്ട് ബിൽഡ് ചെയ്ത് പഠിക്കേണ്ട ഒരു ആസ്പിറന്റ് ആണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ സെലക്ഷൻ ബാച്ച് ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ് ആണ് നമ്മുടെ MTS വിന്നേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. MTS എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ സൈലം SSC RRB സൈലം SSC അവതരിപ്പിക്കുന്ന ബാച്ചാണ് നമ്മുടെ MTS വിന്നേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ബാച്ച് ഫീ 2,999 മാത്രമാണ്. 2,999 മാത്രമാണ്. നമ്മുടെ ഏത് ബാച്ചിനെ കുറിച്ചുള്ള കൺസേൺസ് ആൻഡ് ക്വറീസ് നിങ്ങൾക്കുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ 14 മെയ് 2025 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഓടി വന്ന് ജോയിൻ ചെയ്യുക. ഏത് ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമുക്കിനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.